ഹായ് പീപ്പിൾ, ദിസ് ഇസ് അനന്തു. നമ്മളിന്ന് ക്വിക്കായിട്ടൊരു സിനിമയുടെ റിവ്യൂ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത് DC എന്നാണ് സിനിമയുടെ പേര്. അതൊരു തമിഴ് സിനിമയാണ്. അരുൺ മതീശ്വരൻ സംവിധാനം ചെയ്ത 2026 ഇറങ്ങിയ ഒരു തമിഴ് സിനിമയാണ്. അതിപ്പം ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെയൊക്കെ തിയേറ്ററിൽ കാണുകയുള്ളൂ. കാരണം നമ്മുടെ ഓണത്തിൻ്റെ സിനിമകളൊക്കെ വന്നു തുടങ്ങി. അതുകൊണ്ട് ഇപ്പോൾ ഉറപ്പായിട്ടും ഞാനിപ്പോൾ ഇന്ന് പോയി തിയേറ്ററിൽ തന്നെ നാളെ തൊട്ട് 2Kയിലേക്കൊക്കെ 4K 2Kയിലേക്കൊക്കെ നേരെ എടുത്ത് തട്ടുവാണ്. പിന്നെ ആളും വളരെ കുറവായിരുന്നു, പക്ഷേ അത് നല്ല അടിപൊളി ഒരു പടമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കഥയല്ല ഈ സിനിമയുടെ ഒരു മെയിൻ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. കാരണം അത് അനിരുദ്ധിൻ്റെ എക്സെപ്ഷണൽ മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. കാരണം തിരക്കഥേനെ വെച്ചുകൊണ്ടായിരുന്നെങ്കിൽ ആ സിനിമ, തിരക്കഥ വളരെ മോശമാണെന്നല്ല, ആ തിരക്കഥേനെ വെച്ചുകൊണ്ട് സിനിമയ്ക്ക് ഒരു കാരണവശാലും ഇത്തരത്തിലൊരു ഒരു ഒരു നെക്സ്റ്റ് ലെവൽ എന്നുള്ളൊരു ഒരു ഒരു സാധനം നമുക്ക് കിട്ടില്ലായിരുന്നു. അപ്പം അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ലോകേഷ് കനകരാജ് ഉണ്ട്, വമിക ഗബ്ബി ഉണ്ട്, പിന്നെ സഞ്ജന എന്നാണ് ആക്ട്രസിൻ്റെ പേര്, സഞ്ജന കൃഷ്ണമൂർത്തി. യെസ്, അപ്പോൾ പുള്ളിക്കാരിയുണ്ട്. അപ്പം ലോകേഷ് കനകരാജിൻ്റെ ആക്ടറായിട്ടുള്ള ഡെബ്യൂട്ടൻ പടമാണ്. വളരെ അടിപൊളിയായിട്ട് പുള്ളി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പം അരുൺ മതീശ്വരൻ്റെ ആകെ ഇതിന് മുമ്പത്തെ ക്യാപ്റ്റൻ മില്ലർ മാത്രമേ ഞാൻ ആക്ച്വലി കണ്ടിട്ടുള്ളൂ. ബാക്കി രണ്ട് പടം കൂടി ഉണ്ട്. റോക്കി എന്ന് പറഞ്ഞ പടമുണ്ട്, പിന്നെ നമ്മുടെ കീർത്തി സുരേഷിൻ്റെ ഒരു സിനിമ കൂടിയുണ്ട്. അപ്പം അതിന് കാണാം. കാരണം അത്രയും മികച്ചതായിട്ട് പുള്ളി അതിനെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എഴുതി വെച്ചു എങ്കിൽ അതൊരു സ്ലോ പേസിൽ ഒരു ഫാസ്റ്റ് പേസിലേക്ക് പോകാൻ കാരണം, അതൊരു ത്രില്ലിംഗ് ആയിട്ടും ഉള്ള എലമെന്റിലേക്ക് വരാൻ കാരണം എന്ന് പറയുന്നത് അനിരുദ്ധിൻ്റെ മ്യൂസിക് തന്നെയാണ്. അപ്പം മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്നവർ അപ്പം എന്തായാലും ആ പടം പോയി, അത് തിയേറ്ററിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തിയേറ്ററിൽ നിന്ന് തന്നെ നിങ്ങൾ അതിൻ്റെ എക്സ്ട്രാക്റ്റ് സൗണ്ടിനെ നിങ്ങൾ എടുത്തിട്ട് ഉള്ള ഒരു നല്ല മികച്ചൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സൗണ്ടിൽ ഒരു മികച്ച എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് വിശ്വാസമുള്ള തിയേറ്ററിൽ പോയി തന്നെ അത് കണ്ട് സിനിമ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മൾ അടിച്ചു പോകും ചില സമയത്ത്. കാരണം അത്രയും മികച്ചമായിട്ടാണ് അതിൻ്റെ സൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നത്, ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ആ സിനിമയുടെ ആ ഒരു കഥ പറച്ചിൽ പോകുന്ന ആ ഒരു രീതിയിൽ വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇതിനകത്ത് വമിക ഗബ്ബി ചന്ദ്ര എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. പുള്ളിക്കാരന് ഒരു ലൈഫ്ലെസ് പ്ലാസ്റ്റിക് റോസ്, ജീവനില്ലാത്ത ഒരു പ്ലാസ്റ്റിക് റോസിനോടൊക്കെയാണ് നമ്മുടെ സംവിധായകൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ ഇതിനകത്ത് കമ്പയർ ചെയ്യുക. കാരണം എഴുതിയേക്കുന്നത് സ്റ്റോറി പുള്ളിയുടെ മതീശ്വരൻ അരുണ്ട് തന്നെയാണ്. പക്ഷേ അതിനകത്ത് രണ്ട് മൂന്ന് പേര് കൂടിയിട്ടാണ് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് റിട്ടണും തിരക്കഥ എഴുതിയിട്ടുള്ളത്, തയ്യാറാക്കിയേക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും അതൊക്കെ വളരെ മികച്ചമായിട്ട് തോന്നി. പിന്നെ നമ്മുടെ ബ്ലഡി ഗാങ്സ്റ്റർ ലോകേഷ്, പുള്ളി അടിപൊളിയായിട്ട്, ഇതിപ്പം പുള്ളിയുടെ ഡെബ്യൂട്ടൻ പടമായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ അഭിനയിച്ച് മറ്റുള്ളവരും വളരെ മികച്ചതായിട്ട് തന്നെ തോന്നി. പിന്നെ ഇതൊരു സിമ്പിളായിട്ട് പറഞ്ഞു പോകാനുള്ള ഒരു കഥയിന് പുള്ളിയുടെ ഒരു എക്സെപ്ഷണൽ കഴിവും കൊണ്ട്, നമ്മുടെ അനിരുദ്ധിൻ്റെ ഒരു എക്സെപ്ഷണൽ, യഥാർത്ഥത്തിൽ പുള്ളി ഒരു ഗോട്ട് തന്നെയാണ്. കാരണം ഇത്രയും സിനിമകളും കൈകാര്യം ചെയ്ത് ഒരു എന്താ പറയുക, അത് നിങ്ങൾ കേട്ട് തന്നെ ആസ്വദിക്കണം. നമ്മളത് വീണ്ടും റിപ്പീറ്റ് അടിച്ച് നമ്മുടെ പ്ലേലിസ്റ്റിലിട്ടും ഒക്കെ നമ്മളതിനെ കുറച്ച് നാളത്തേക്ക് നമ്മളത് കൊണ്ടുപോകും. അത്രയും മനോഹരമായ ഒരു ചിത്രമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ പിന്നെ പറയേണ്ട വേറെ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഭയങ്കര ഫൈറ്റ് സീൻ അതൊന്നും അല്ല, അതതിൻ്റെ തിരക്കഥ എല്ലാം സമാസമം വന്നപ്പോൾ ആ ക്ലൈമാക്സ് എന്ത് മനോഹരമായി നോക്കി. അവസാനത്തെ ഷോട്ട് നമ്മുടെ ഗാങ്സ്റ്ററും ചന്ദ്രയുടെ റോസും ഗാങ്സ്റ്ററിൻ്റെ നമ്മുടെ ലോകേഷിൻ്റെ ഗണ്ണും, അതിൻ്റെ ഒരു ഷോട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ യഥാർത്ഥത്തിൽ ടൈറ്റിൽ കാർഡ് കാണിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ മീനിങ് ആണ് അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ പറയാനുള്ളത്. പഠിക്കുന്നതിലുപരി അതിൽ നിന്ന് സംവിധായകൻ തിരക്കാലത്ത് പറഞ്ഞു വെച്ച കഥകൾ എന്തൊക്കെയാണ് അതിനകത്ത്, അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളും അത് വളരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു വേണം, അല്ലെങ്കിൽ ഒരു കറക്റ്റ് പോയിന്റ് അത് ആ ഒരു ഫ്രെയിമിലൂടെ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ സിനിമ ഇനിയും കാണാത്തവർ ഇത് OTTക്ക് വേണ്ടി വരും. ഇപ്പം സൺനെക്സ്റ്റ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഒരു 25 crore എന്തോ ബഡ്ജറ്റ് ഈ പടത്തിനുള്ളൂ. പക്ഷേ നല്ല രീതിയിൽ ബോക്സ് ഓഫീസിൽ കളക്ഷൻ കിട്ടി. പക്ഷേ ഇപ്പം നിലവിലിപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇപ്പം നമ്മുടെ തൊടുപുഴയിലൊക്കെ ആണെങ്കിലും ആൾക്കാരുടെ എണ്ണം കുറവാണ്. ബുക്കിംഗ് വളരെ ഇന്നിപ്പം ഒത്തിരി പേരില്ലായിരുന്നു ഷോയ്ക്ക്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കൂടി കാണുള്ളൂ. നമ്മുടെ മലയാളം പടം കൂടി വരാനുണ്ട് ഓണത്തിൻ്റെ. അപ്പോൾ എന്തായാലും ഇനിയും കാണാത്തവർ പെട്ടെന്ന് തന്നെ പോയി കാണുക. മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്നവർ, അതാണ് മെയിനായിട്ട് പറയുന്നത്. മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും അതൊന്ന് ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്യണം. തിയേറ്ററിൽ മസ്റ്റായിട്ട് ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യണം. ബാക്കി OTT വരുമ്പോൾ നിങ്ങൾ പിന്നെയും ഇതെടുത്ത് ആ ഭാഗങ്ങളൊക്കെ എടുത്ത് കാണും. ഇത് പ്രധാനമായിട്ട് ഈ ഭാഗം കാണുന്നതിലുപരി പുള്ളിയുടെ മ്യൂസിക്. അപ്പോൾ നിങ്ങൾ പറയും മ്യൂസിക് കേൾക്കാൻ നേരെ
നമ്മുടെ സ്പോട്ടിഫൈയോ യൂട്യൂബ് മ്യൂസിക്കോ എടുത്താൽ മതി. പക്ഷെ അതല്ല, ആ സീനിനോട് വളരെ എന്താ പറയുക, ഇപ്പം സീൻ ഇങ്ങനെ നല്ല രീതിക്ക് ഒഴുകി പോകുമ്പം ആ ഒഴുകുന്നത് പോലെ തന്നെ പുള്ളിയുടെ മ്യൂസിക് ഒഴുകി പോവുക, അതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് എപ്പോഴൊന്നും കിട്ടില്ല, ഇങ്ങനത്തെയുള്ള നല്ല അവസരങ്ങൾ കൂട്ടെ, നല്ല സിനിമകളും നല്ല ഇത്രയും ബ്ലെൻഡായി പോകുന്ന കാര്യങ്ങളും ഒന്നും നമുക്കിങ്ങനെ എപ്പോഴും കിട്ടുന്നില്ല. അപ്പോൾ കിട്ടുന്ന സന്ദർഭത്തിൽ നമ്മൾ പരമാവധി ഉപയോഗിക്കാം. അപ്പം കാണാത്തവരെല്ലാവരും പടം കാണുക, വിജയിപ്പിക്കുക. അപ്പം ബൈ ബൈ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.